ഉൽപ്പത്തി അധ്യായം 22. ഈ സംഭവങ്ങൾക്ക് ശേഷം ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അവിടുന്ന് അവനെ വിളിച്ചു, അബ്രാഹം, ഇതാ ഞാൻ. അവൻ മറുപടി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, നിന്റെ പുത്രൻ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകപുത്രൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ നിന്നോട് പറയുന്ന മലകളിലൊന്നിൻ്റെ മുകളിൽ നീ അവനെ ഹോമയാഗമായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ ഉണർന്ന് കഴുതയ്ക്ക് ജീനിയിട്ട് തന്നോടൊപ്പം 2 ബാല്യക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വേണ്ട വിറകും കീറി ദൈവം അവനോട് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു നീങ്ങി. 3-ാം ദിവസം അബ്രാഹം തൻ്റെ കണ്ണുകൾ ഉയർത്തി അകലെ നിന്ന് ആ സ്ഥലം കണ്ടു. തൻ്റെ ബാല്യക്കാരോട് അബ്രാഹം പറഞ്ഞു, കഴുതയുമായി നിങ്ങളിവിടെ തങ്ങുക. ഞാനും കുട്ടിയും അവിടം വരെ പോയി ആരാധിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാം. അബ്രാഹം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ മേൽ വെച്ചു കൊടുത്തു. തീയും കത്തിയും തൻ്റെ കയ്യിലുമെടുത്തു അവരിരുവരും ഒരുമിച്ച് നടന്നു. ഇസഹാക്ക് തൻ്റെ